യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള തർക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അല്ലെങ്കിൽ ആരാധന സമർപ്പിക്കാവൂ എന്നാണ്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ ആരാധന പാടുള്ളൂ എന്നാണ്. അതേസമയം മക്ക മുശ്രിക്കുകളുടേതോ അങ്ങനെയല്ല. ലാത്തയും ഉസ്സയും കല്ലുകളും മരങ്ങളും ബിംബങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനെ ആരാധിക്കാൻ പാടില്ല എന്ന ആദർശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ആദർശത്തെ അംഗീകരിക്കാൻ മക്ക മുശ്രിക്കുകൾ തയ്യാറായില്ല. അതിൽ നിന്നാണ് ഈ ഒരു യുദ്ധം ഉടലെടുക്കുന്നത്. അതായത് തൗഹീദിന് വേണ്ടിയിട്ടാണ്, സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യുദ്ധം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ തെറ്റാണ്, ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഈ യുദ്ധം അത്ഭുതമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. 3-ാം അധ്യായം, അതായത് വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ രണ്ട് കൂട്ടരിൽ നിന്നും എന്തുകൊണ്ടാണ് ഇവർ വിജയിച്ചത് എന്നുള്ളതാണ്. കാരണം അവരുടെ ആൾബലമോ ആയുധബലമോ കൊണ്ടല്ല ഇവർക്ക് അഥവാ ശക്തി പകർന്നത്, പകരം അവരുടെ ആദർശബലം അഥവാ വിശ്വാസം അത്രയും ദൃഢമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിക്കുകയും വളരെ അത്ഭുതകരമായി വിജയിക്കുകയും ചെയ്തു.